അപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസികൾ എങ്ങനെയാണ് ഹദീസിനെ കാണുന്നത്, അത് വിശ്വാസികളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത്, എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ആ ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം നമ്മോട് സംസാരിക്കുന്നു. ആദരപൂർവ്വം ഹാരിസ് മൗലവിയെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മതം ഉപേക്ഷിക്കുന്നതിലൂടെ മനുഷ്യനായി തീരും എന്ന ഒരു പ്രചാരണം പല സന്ദർഭങ്ങളിലായി നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ 5ാമത്തെ ഡയലോഗ് സമാപിക്കുമ്പോൾ മതം ഉപേക്ഷിച്ചാൽ, മതത്തിൻ്റെ മൂല്യങ്ങൾ നിരാകരിച്ചാൽ മൃഗമായി മാറും എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് നടന്ന പല കാര്യങ്ങളും. ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രസവിച്ച മക്കളിൽ നിന്ന് തന്നെ ഒരുപക്ഷെ അത് ഗർഭിണിയാവാം. അത്രയും സ്വതന്ത്രമായ ഒരു ലൈംഗികതയാണ് ഈ അധാർമികതയുടെ വാക്താക്കൾ സ്വപ്നം കാണുന്നത് എന്ന് ഈ ഡയലോഗ് നമ്മളോട് പറഞ്ഞു. എന്നാൽ വിശ്വാസികളായി ജീവിക്കുന്ന, പ്രാമാണികമായ ഈ ഖുർആനിനെയും ഹദീസിനെയും ജീവിതത്തിൽ ചേർത്തു വയ്ക്കുന്ന ആളുകൾ, അത് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ, അവരിലുള്ള നന്മകളെക്കുറിച്ച് ഈ സന്ദർഭത്തിൽ ശാന്തമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒരു ചോദ്യം ഞാനിത് പറയുമ്പോൾ മനസ്സിൽ നിന്ന് ഉയർന്നു വന്നേക്കാം. ഖുർആനും ഹദീസൊക്കെ സ്വീകരിച്ച വിശ്വാസികളിൽ മാത്രമാണോ നന്മയുള്ളത്? എത്രയോ ആളുകളിൽ, ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകളിൽ എന്തെല്ലാം നന്മകൾ നിലകൊള്ളുന്നു എന്നൊരുപക്ഷെ പറയാം. അതിനെ ഒരിക്കലും നിഷേധിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ ഒരു സമൂഹത്തെ ഒരു മൂല്യവത്തായ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും അത് ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാതെ ആ പ്രമാണ വചനങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും പാലിക്കുവാനും സാധിക്കുന്നു എന്നതാണ് വിശ്വാസി സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിശുദ്ധ ഖുർആനിലെയും പ്രവാചകൻ്റെയും വചനങ്ങൾ, ആശയങ്ങളാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ഏറ്റവും മാതൃകാപരവും മാനുഷികവുമാക്കി മാറ്റുന്നത് എന്ന് മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ പ്രവാചക വചനങ്ങളിൽ നിന്നുള്ള ഏതാനും ചില വചനങ്ങളുടെ ആശയങ്ങൾ മാത്രമാണ് ഈ ഡയലോഗിൻ്റെ സമാപനത്തിൽ നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരുന്നത്. വിശുദ്ധ ഖുർആൻ്റെ ആശയങ്ങളായിരുന്നാലും പ്രവാചകൻ്റെ വചനങ്ങളായിരുന്നാലും അതിന് വലിയ സ്ഥാനം, വലിയ പ്രാമാണികത വിശ്വാസികൾ കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലെന്തു പറഞ്ഞു അവിടെ അവർ നിൽക്കും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ സദസ്സിൽപ്പെട്ട ഒരാളുടെ സ്വാധീനത്തോടെ, റെക്കമെൻഡോടുകൂടെ അദ്ദേഹത്തിൻ്റെ സദസ്സിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. ഉയൈന എന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നു വന്നിട്ട് അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യബ്നൽ ഖത്താബ്, ഓ ഖത്താബിൻ്റെ മകനെ, ഫവല്ലാഹി മാ തുഅ്തിനൽ ജസൽ, താങ്കൾ ഞങ്ങൾക്ക് അധികമായി നൽകിയിട്ടില്ല. വലാ തഹ്കുമു ബൈനനാ ബിൽ അദ്ൽ, നീതിയോടുകൂടെ താങ്കൾ ഞങ്ങളോട് പെരുമാറുകയും ചെയ്തിട്ടില്ല എന്നാണ്. ഏറ്റവും സത്യസന്ധനായ, നീതിമാനായ, തൻ്റെ രാജ്യാതിർത്തിക്കുള്ളിലെ മുഴുവൻ പ്രജകളെയും ഒരുപോലെ പരിഗണിക്കുന്ന, ലോകത്തെ ഏറ്റവും മാതൃകായോഗ്യനായിട്ടുള്ള ഒരു ഖലീഫയുടെ മുഖത്ത് നോക്കിയിട്ടാണ് താങ്കൾ നീതി കാണിച്ചിട്ടില്ല എന്ന് പറയുന്നത്. എത്ര പ്രകോപനപരമാണ് ആ വാക്ക്! സത്യത്തിൽ ആ ഒരു പ്രകോപനവും വികാരവും ഉമർ റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ചു. പക്ഷെ ആ പ്രകടിപ്പിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി ഖുർആനിലെ ഒരു വചനം. അതാണ് ഈ വചനങ്ങളുടെ പ്രത്യേകത. ഇത് മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം ആ അതിർവരമ്പുകളിൽ ജീവിക്കാൻ ഒരു വിശ്വാസിക്ക് പറ്റും. ഇതിനെയൊക്കെ തകർത്ത് എറിഞ്ഞിട്ട് എന്ത് ധാർമ്മികതയാണ് ഇവിടെ ഉണ്ടാക്കാൻ കഴിയുന്നത്? ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅഅ്രിദ് അനിൽ ജാഹിലീൻ എന്ന സൂറത്ത് അൽ അറാഫിലെ 199-ാമത്തെ വചനം ആ സദസ്സിൽ വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു ഓതി കേൾപ്പിച്ചു. വിട്ടുവീഴ്ച സ്വീകരിക്കുക, അതേപോലെ നന്മ കൊണ്ട് കൽപ്പിക്കുക, അവിവേകികളിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്നാണ്. അപ്പോൾ ഇതൊരു ജാഹിലാണ്, അവിവേകിയാണ്. ആ അവിവേകിയിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്ന ഖുർആനിക വചനം കേട്ട ഉടനെ ആ വികാരങ്ങളും ദേഷ്യവും എല്ലാം ക്ഷമിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ശാന്തനാവുകയാണ്. അതാണ്
വിശുദ്ധ ഖുർആൻ്റെയും പ്രവാചക വചനങ്ങളുടെയും ശക്തി. സഹോദരങ്ങളെ, എന്തെല്ലാം മൂല്യങ്ങളും നന്മകളും ഈ പ്രവാചക വചനങ്ങളും വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങളും നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് ഓടിച്ചു പോകാം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇപ്പോൾ നമുക്ക് കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മനുഷ്യാവകാശ പ്രവർത്തകന്മാരൊക്കെ ഇടപെടേണ്ട രംഗമാണ്. എത്രയെത്ര ഭവനങ്ങളിൽ വൃദ്ധരായ മാതാപിതാക്കൾ ഒറ്റയ്ക്ക് കഴിയുന്നുണ്ടറിയും നിങ്ങൾ. വിദേശ നാടുകളിൽ നിന്ന് CCTVയിൽ നോക്കി അവരുടെ അവസ്ഥ കണ്ട് വിദേശ നാടുകളിൽ ഇരിക്കുന്ന അവസ്ഥ നിങ്ങൾ ആലോചിക്കുക. എത്രയെത്ര ഭവനങ്ങളിൽ അതൊരു കണക്കെടുപ്പ് നടത്തേണ്ടതാണ്. അവശര രോഗത്തിന് മരുന്നില്ലാതെ, പരിചരിക്കപ്പെടാതെ, ഭക്ഷണം കിട്ടാതെ ഫ്ലാറ്റുകളിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ആളുകളുണ്ട്. സത്യത്തിൽ ആലോചിച്ച് നോക്കും നിങ്ങൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ അവസ്ഥ തൻ്റെ മാതാപിതാക്കൾക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്തൊക്കെ ന്യായങ്ങളുണ്ടാവും. എനിക്ക് ജോലിയാണ്, അല്ലെങ്കിൽ വേറെ അസൗകര്യങ്ങളുണ്ട്. നമുക്ക് തിരിച്ചു വയ്ക്കാം. ഒരു കുട്ടിയെ ഒരു മാതാവ് തൻ്റെ ജോലിയും പ്രശ്നങ്ങളും പറഞ്ഞ് ഏതെങ്കിലും ഫ്ലാറ്റിൽ ഉപേക്ഷിച്ച് പോകും. അതേ കുട്ടികളാണ് വളർന്നു വരുമ്പോൾ ഈ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത്. ഒരു വിശ്വാസിൻ്റെ മനസ്സിൽ എത്രയോ വചനങ്ങൾ തൻ്റെ മാതാവിനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചുമുണ്ട്. അതുകൊണ്ടാണ് അവരെ പരിചരിക്കുന്നത്. എന്ത് അസൗകര്യങ്ങളിലും യുദ്ധസമാനമായ ത്യാഗങ്ങളിലൂടെയാണ് അവർ പരിചരിക്കുന്നത്. ആ മൂല്യം നിലനിൽക്കുന്നത് പ്രവാചകൻ്റെ വചനം മനസ്സിലുള്ളത് കൊണ്ടാണ്, അതിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്, അതിൻ്റെ പ്രാമാണികത അംഗീകരിക്കുന്നത് കൊണ്ടാണ്. പ്രവാചകനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അന്നഹസുവ, ഞാൻ യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, വക്കത് ജിത്തു അസ്തശിറുക്ക, നിങ്ങളോട് അതിനെക്കുറിച്ചൊന്ന് കൂടിയാലോചിക്കാൻ വേണ്ടി വന്നത്, യുദ്ധത്തിന് പോകുന്നതിനെ പറ്റി ആലോചിക്കാൻ വേണ്ടി വന്നതാണെന്നാണ് നബിയുടെ ചോദ്യം. ഈ ചോദ്യം വിശ്വാസികളുടെ മനസ്സല്ലക്കമിൻ ഉമ്മി, നിനക്ക് ഉമ്മയുണ്ടോ എന്നാണ് ചോദ്യം. അദ്ദേഹം പറഞ്ഞു അതെ എന്ന്. ഒരു വിശ്വാസിന്റെ മനസ്സിലുള്ള വാക്കാണത്. എന്താ, നീ ആ ഉമ്മയെ പരിചരിച്ച് കൂടെ നിന്നോ? തീർച്ചയായും സ്വർഗം അവളുടെ കാലിന് താഴെയാണ്. ഇത് മനസ്സിലുള്ള ഒരു വിശ്വാസി, ഏതെങ്കിലും ഒരു വിശ്വാസി തൻ്റെ മാതാവിനെയും പിതാവിനെയും അനാഥമാക്കൂ. സുഹൃത്തുക്കളെ, ഈ വചനങ്ങൾ മനസ്സിലുള്ളത് കൊണ്ടാണ് ഈ മൂല്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെയൊക്കെ ആധികാരികത നശിപ്പിച്ച് കളഞ്ഞ് ഇതൊക്കെ കെട്ടുകഥകളാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർക്ക് എന്ത് കിട്ടുന്നു? എന്നാൽ ഇതൊക്കെ ഉൾക്കൊള്ളുന്നവർക്ക് എന്ത് കിട്ടുന്നു എന്ന് ഈ വചനത്തിൻ്റെ അർത്ഥങ്ങൾ പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തൊരു കാര്യം, നമ്മളെന്നും പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്ന ബോർഡുകളാണെന്ത്, ഇവിടെ മൂത്രമൊഴിക്കരുത് എന്ന്. നാം ആലോചിച്ച് നോക്കുന്നത് ആ സ്ഥലങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ഒന്നില്ലെങ്കിൽ ഒരു വഴിയായിരിക്കും, അതല്ലെങ്കിൽ ആളുകൾ പൊതുവേ ഒരു വിശ്രമ മനസ്സോട് പോയിരിക്കുന്ന ഒരു മരത്തിൻ്റെ ചുവടോ ഒരു തണലോ ഒക്കെ ആയിരിക്കും. ആലോചിച്ച് നോക്കുന്ന ആ ശുദ്ധി, വൃത്തിബോധം, അത് വലിയൊരു കാര്യമല്ല. ഈ സാമൂഹികമായി ജീവിക്കുന്ന സ്ഥലത്ത് വൃത്തിബോധം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവസ്ഥ? ദിവസങ്ങളുമായിട്ട് കുളിക്കാത്ത ഒരാൾ ബസ്സിൽ കയറി നമ്മുടെ തൊട്ടടുത്ത് സീറ്റിരുന്നാൽ എന്തായിരിക്കും ഈ സാമൂഹിക ക്രമത്തിൻ്റെ ഒരു അവസ്ഥ? എന്ന് പ്രവാചകൻ പറഞ്ഞു, ഇത്തക്കുൽ ലആനീൻ, നിങ്ങൾ രണ്ട് ശപിക്കപ്പെടുന്ന രണ്ട് അവസ്ഥകളെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. ഏതാണ് ലആനാനി എന്ന് പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, അല്ലദി യതഹല്ലാ ഫി ത്വരീഖിന്നാസ് ഔ ഫി ളില്ലിഹിന്നാൻ, ജനങ്ങളുടെ വഴിയിലും അതേപോലെ തന്നെ തണലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ആളുകൾ വിശ്രമിക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, മലമൂത്ര വിസർജനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചാണ് പ്രവാചകൻ അവിടെ സൂചിപ്പിച്ച്. എത്ര ഗൗരവമാണെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ നിരന്തരമായി കാണുന്ന ഒരു വൃത്തിബോധം, അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, മറ്റുള്ള ആളുകൾ നമ്മളെ ശപിച്ചു കളയുന്ന പ്രവർത്തനങ്ങൾ, കാർക്കിച്ചു തുപ്പിയൊരു ഭാഗത്ത് കിടക്കുന്നു, അതല്ലെങ്കിൽ നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് ആളുകൾ ഒരു പ്രശ്നമില്ലാതെ മൂത്രമെന്ന് പറഞ്ഞാൽ അതൊരു ജലത്തെപ്പോലെ, ഒരു വെള്ളത്തെപ്പോലെ, സാധാരണ ഒരു വെള്ളത്തെപ്പോലെ മാത്രം കാണുന്ന ആളുകളുണ്ട്. ആ വൃത്തിബോധം വിശ്വാസികളിൽ ഉണ്ടാക്കുന്നതിന് പ്രവാചക വചനങ്ങളുടെ യഥാർത്ഥത്തിൽ ഇത്തരം അനേകം വചനങ്ങളുടെ കാരണങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ നിരന്തരമായി കാണുന്നൊരു സംഗതിയാണ് എന്താ പറയുക, ഒരു വാഹനങ്ങളൊക്കെ സാവകാശത്തിലാകുന്ന സ്ഥലത്തൊക്കെ ബക്കറ്റ് പിടിച്ച് കലക്ഷൻ നമ്മൾ കാണും. പല കിഡ്നി രോഗികൾക്ക് വേണ്ടി, പല ആളുകൾക്ക് വേണ്ടിയൊക്കെ. ഈ ആളുകൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുവാനുള്ളൊരു മനസ്സ്, എത്ര നബി വചനങ്ങളാണ് ആ ദാനധർമ്മങ്ങളെ ഇതൊക്കെ മനസ്സിലുള്ളത് കൊണ്ടാണ് സുഹൃത്തുക്കളെ ഞെട്ടിക്കുന്ന. സാധാരണ 10 രൂപയ്ക്ക് പ്രതീക്ഷിക്കുമ്പോൾ 100 രൂപയും 500 രൂപയ്ക്ക് നോട്ട് വീഴുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ കൊടുക്കുന്നവൻ്റെ മനസ്സിനുള്ളിൽ ഈ പ്രാമാണികമായ വചനങ്ങളുണ്ട്, ഖുർആന്റെ ആയത്തുകളുണ്ട്, ഈ പഠിപ്പിക്കപ്പെട്ട അധ്യാപനങ്ങളുണ്ട്, ഈ ഹദീസുകളുടെ പുലർച്ചയാണ് ആ ബക്കറ്റിലേക്ക് വീഴുന്ന
500-ൻ്റെയും 1000-ൻ്റെയും ഒക്കെ നോട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രവാചകൻ അതിനു വേണ്ടി പറഞ്ഞ ഒരു വചനം, ഒറ്റ വചനം ഒരു മാതൃകയ്ക്ക് വേണ്ടി പറയാൻ, അയ്യുക്കും മാലുഹു അഹബ്ബു ഇലൈഹി മിമ്മാലി വാരിസിഹി. എത്ര ബുദ്ധിപരമാണ് ആ ചോദ്യം. തൻ്റെ ധനത്തെക്കാളും തൻ്റെ അനന്തരാവകാശിയുടെ ധനത്തെ സ്നേഹിക്കുന്നവർ ആരാണ് നിങ്ങളിലുള്ളതെന്ന്. അപ്പോൾ അങ്ങനെ ആരും ഞങ്ങളെ കൂട്ടത്തിലില്ല എന്നാണ്. നിങ്ങൾ ശരിക്കൊന്ന് മനസ്സിലാക്കൂ, ശരിക്കൊന്ന് ചിന്തിക്കൂ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ വിശദീകരണം അവർ കൊടുത്തു. ഇന്നമാ മാലു അഹദിക്കും മാ ഖദ്ദമ വമാലു വാരിസിഹി മാ അഖറ എന്നാണ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ദാനധർമ്മം കൊടുക്കുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ ധനം. എന്നാൽ നിങ്ങൾ മുഴുവൻ സ്വത്തും ഇവിടെ ഇട്ടേച്ച് കണ്ണടച്ച് പോയാലോ, അതൊക്കെ അനന്തരാവകാശം എടുക്കുക ചെയ്യുക. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് 10 രൂപ നമ്മൾ നമ്മുടെ സ്വത്തിൽ നിന്ന് എടുത്താൽ അത് നമുക്ക് കിട്ടി, അതല്ലെങ്കിൽ അനന്തരാവകാശം കിട്ടി. എത്ര വിശാലമായ ചിന്തനീയമായ ഒരാശയാണിത്. ഇങ്ങനത്തെ എത്രയോ വചനങ്ങളുണ്ട്. രാവിലെ 2 മലക്കുകൾ ചിലവഴിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഇഷ്ടംപോലെ വചനങ്ങളുണ്ട്. സഹോദരങ്ങളെ, ഈ നബി വചനങ്ങളും ആശയങ്ങളുമാണ് ഒരു വിശ്വാസിയെ നിരന്തരമായി താൻ പട്ടിണി കിടന്നാൽ പോലും എന്താണ് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ പ്രേരണ നൽകുന്നത്. അപ്പോൾ ഈ ഹദീസുകളും ഖുർആനൊക്കെ പ്രചരിപ്പിക്കുന്നത് കൊണ്ടും അത് ഉൾക്കൊള്ളുന്നതുകൊണ്ടും പഠിക്കുന്നത് കൊണ്ടും മനുഷ്യത്വം നമ്മളുണ്ടാകുന്നു. മതം ഉപേക്ഷിക്കുമ്പോഴല്ല, മതത്തിൻ്റെ പ്രമാണങ്ങളെ സ്വീകരിക്കുമ്പോഴാണ് മാനുഷികതയും മനുഷ്യത്വമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. എത്ര പ്രായോഗികമായ, എത്ര ലളിതമായ ആശയങ്ങളാണ് നോക്കുന്നത്. മറ്റൊന്ന് നോക്കൂ, നിങ്ങൾ ഒരു മിതത്വത്തെക്കുറിച്ച് പറയുന്നത് എല്ലാവരും. അപ്പോൾ മിതത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാവനയിൽ വരുന്ന ഒന്നല്ല പ്രവാചകൻ്റെ വാക്കുകൾ. കുലൂ വ തസദ്ദഖൂ, നിങ്ങൾ തിന്നോളൂ, നിങ്ങൾ ദാനധർമ്മങ്ങൾ നൽകിക്കോളൂ, വൽബസു, നിങ്ങൾ ധരിച്ചുകൊള്ളൂ, ഫി ഗൈരി ഇസ്രാഫിൻ വലാ മഖീല, ഒരു അഹങ്കാരത്തിനോ അല്ലെങ്കിൽ ദുർവ്യയത്തിനോ അല്ലാത്ത രൂപത്തിൽ ദാനധർമ്മത്തിൽ ഉൾപ്പെടുത്തു. ഇത് ദുർവ്യയത്തിൽ അമിതമായി ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ ദാനധർമ്മങ്ങളെ വരെ ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ എല്ലാറ്റിലും ഒരു മിതത്വവും സൂക്ഷ്മതയും വേണമെന്നത് ജീവിതത്തിൻ്റെ ഒരു തത്വമാണ്. ഒരു മനുഷ്യൻ്റെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുടനീളം അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ, അവൻ വസ്ത്രം ധരിക്കുമ്പോൾ, അവൻ എന്ത് കാര്യത്തിൽ ഇടപെടുമ്പോഴും അതിലെല്ലാം മിതത്വത്തെ ആവശ്യപ്പെടുന്നുള്ളതാണ്. നിങ്ങൾ ഇന്നത്തെ ഏറ്റവും വലിയ ചികിത്സയായി കാണുന്നതാണ് ഭക്ഷണത്തിൻ്റെ ക്രമീകരണം. ഇന്ന് അതിൻ്റെ പരീക്ഷണത്തിലാണ് നമ്മുടെ എല്ലാ ആളുകളും. ഭക്ഷണം മിതമായി കഴിക്കുന്നതിൻ്റെ ആ ഗുണം, പ്രയോജനവും സുഹൃത്തുക്കൾ ഒരു നീണ്ട മണിക്കൂറുകൾ പറഞ്ഞാൽ തീരാത്തതാണ്. എല്ലാവരും സംബന്ധിച്ചിടത്തോളം അനുഭവകരമായൊരു അറിവാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മല ആദമിയുൻ വിഅഅൻ ശർറൻ, ഏറ്റവും മോശമായ ഒരു മനുഷ്യൻ നിറക്കുന്ന പാത്രം ഏതാണ്? അവൻ്റെ വയറാകുന്നു എന്നാണ്. എന്താണ് ആ വാക്കുകളൊക്കെ? ഇതൊക്കെ എത്ര വിഭവസമൃദ്ധമായ ഭക്ഷണം മുന്നിൽ വന്നാലും പ്രമാണ വചനം, ഈ പ്രവാചക വചനം മനസ്സിലൊരു വിശ്വാസി അവൻ്റെ ആവശ്യത്തിന് കഴിച്ച് അവനത് അവസാനിപ്പിക്കാൻ പറ്റും. അല്ലാത്തൊരാളിപ്പോൾ ഇതിനത് അവസാനിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ആരോഗ്യപരമായി നിലനിർത്താൻ, നമ്മുടെ സമ്പത്തിനെ ആരോഗ്യപരമായി നിലനിർത്താനൊക്കെ ഉപകരിക്കുന്ന എത്രയെത്ര വചനങ്ങളാണ് ഇതുപോലെ നമുക്ക് കാണാൻ കഴിയുക എന്ന് ആലോചിച്ചു നിങ്ങൾ. ഇത് മാത്രമല്ല, നമ്മുടെ ജീവിത സുരക്ഷ. ഒരുപക്ഷെ ഞാൻ ഈ ഹദീസ് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരെ എന്തായിരിക്കും എന്നറിയോ? ഓരോ ജീവിത പരാജയങ്ങളുടെ കാരണങ്ങൾ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നതിന് മനസ്സിലേക്ക് വരും. സലാത്തുൻ മുഹ്ലിക്കാത്ത് വ സലാത്തുൻ മുൻജിയാത്ത്. 3 കാര്യം നശിപ്പിക്കുന്നതാണ്, 3 കാര്യം നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. ഒരു മനുഷ്യൻ നാശത്തിലും പരാജയത്തിലും എത്തുന്ന 3 കാരണങ്ങൾ, ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്കുപകരിക്കുന്ന 3 കാര്യങ്ങൾ. ഏതാണ് നശിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശുഹ്ഉൻ മുത്താ, എന്താണ്? പിശുക്കാണോ പറഞ്ഞത്? പിശുക്ക്. മനുഷ്യൻ്റെ ജീവിതത്തിൽ പിശുക്ക്, അവനുണ്ടാക്കുന്ന പരിക്കുകൾ പറയാൻ വിശാലമാണ്. ഒരു കുടുംബനാഥന് പിശുക്കനായാൽ ആ കുടുംബം എന്തനുഭവിക്കണമെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ഒരു പിശുക്കനോട് പെരുമാറുമ്പോൾ നമുക്കറിയാം ജീവിതത്തിൽ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാറ്റിനും പണം ചിലവഴിക്കുമ്പോൾ ആ പണത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. എന്തിനെ ചിലവഴിക്കുന്നു, അതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അയാൾക്ക് പറ്റൂല. ഹവൻ മുത്തബ, അതേപോലെ തന്നെ ദേഹേച്ഛകൾ. എന്തും തൻ്റെ മനസ്സും ഇച്ഛക്കും അനുസരിച്ച് ഒരാൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ എവിടെ എത്തിപ്പെടുക? അയാളുടെ മനസ്സ് ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യാൻ തീരുമാനിച്ചാൽ, അനിയന്ത്രിതമായി നിയന്ത്രണങ്ങളില്ലാതെ നിയമങ്ങളില്ലാതെ ജീവിക്കാൻ ശ്രമിച്ചാൽ എവിടെ എത്തുക? അതേപോലെ തന്നെ വയജാബുൽ മർഇ ബിനഫ്സിഹി, തന്നെക്കുറിച്ചുള്ള ഒരു വലിയൊരു ബോധം, ഞാൻ വലിയ ആളാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ സമ്പന്നനാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ അറിവുള്ളവനാണ് എന്ന് എന്തിനെക്കുറിച്ചുമുള്ളൊരു ബോധം സ്വന്തമായൊരു ഒഴുജുബ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടെ ഒരാൾ നശിക്കാൻ കാരണമായി തീരും. എന്നാൽ രക്ഷപ്പെടുന്ന കാര്യവും അള്ളാഹുവിനെക്കുറിച്ച് രഹസ്യമായും പരസ്യമായും പടച്ചവനെ ഭയപ്പെടും. നോക്കൂ നിങ്ങൾ, ജീവിതത്തിൻ്റെ ഏതു രംഗങ്ങളിലും
എന്നെ സൃഷ്ടിച്ച രക്ഷിതാവ് കാണുന്നു എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് നന്മയല്ലാതെ വല്ലതും ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമോ സുഹൃത്തുക്കളെ? വൽ ഖസ്ദു ഫിൽ ഫഖ്രി വൽ ഗിന, അതേ ദാരിദ്ര്യത്തിലും ഐശ്വര്യത്തിലും മിതത്വം പാലിക്കുക. മിതത്വം മാത്രം മതി. സാമ്പത്തിക ജീവിതത്തിൽ സുരക്ഷിതമാവാൻ മിതത്വം എന്നൊരു തത്വം മാത്രം മതി. അതേപോലെ കോപത്തിലും സംതൃപ്തിയിലും നീതി കാണിക്കുക. എത്ര മഹത്വമായ തത്വങ്ങളാണ് നമ്മുടെ ജീവിത സുരക്ഷയ്ക്കും ജീവിത രക്ഷയ്ക്കും വേണ്ടി പഠിപ്പിക്കുന്ന ആലോചിക്കും നിങ്ങൾ. ഇതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ഹദീസുകൾ വായിച്ചാൽ നമുക്ക് മടുക്കില്ല. ജീവിതത്തിൽ അത്രയും വലിയ ഉപദേശങ്ങളാണ്. ഒരു പക്ഷേ 1 മണിക്കൂർ മനഃശാസ്ത്രപരമായ നിലക്ക് ഒരാൾ നമ്മോട് പ്രസംഗിച്ചാൽ പോലും 1 പോയിൻ്റ് 2 പോയിൻ്റ് കിട്ടുക. ഒരു ഹദീസ് അങ്ങനെയല്ല, അത് ജവാമിഉൽ കലിമാണ്. എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ആശയങ്ങളുടെ സമാഹാരങ്ങളാണ്. ചെറിയ ചെറിയ വചനങ്ങളിൽ, വാക്കുകളിൽ, വാചകങ്ങളിൽ മഹത്തായ ആശയങ്ങളെയാണ് പ്രവാചക വചനങ്ങൾ നമുക്ക് നൽകുന്നത്. ആ ഹദീസിൻ്റെ മഹത്വങ്ങളിലേക്കും അത് തരുന്ന ഇത്രയും ആശയപരമായ കാര്യങ്ങളെയും കുറിച്ചൊന്ന് വായിച്ചു നോക്കാതെ ഏതോ ഇസ്ലാമിൻ്റെ എതിരാളികൾ എഴുതി വെച്ച സൈറ്റുകളിൽ നിന്ന് കോപ്പി ചെയ്ത് സംശയങ്ങളും അതേപോലെ തന്നെ ദുർവ്യാഖ്യാനങ്ങളും മോഷണങ്ങളും നടത്തി അവതരിപ്പിക്കുന്ന കഥകളാണ് ഇവിടെയൊക്കെ പറഞ്ഞത്. സുഹൃത്തുക്കൾ, ഇങ്ങനത്തെ ഒരു വായന ഹദീസിലുണ്ട് എന്ന് ഒരു പക്ഷേ ഞാൻ ഈ ഹദീസുകൾ പറഞ്ഞു പോകുമ്പോൾ നിഷ്കളങ്കമായ ചില മനസ്സുകളെങ്കിലും ചിന്തിക്കാൻ കാരണമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, നാം ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇതേപോലെ നമുക്ക് എടുത്തു പറയാൻ പറ്റിയ മറ്റൊരു കാര്യമാണ്, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മനുഷ്യർ മാത്രമല്ലല്ലോ, വ്യത്യസ്തങ്ങളായ ഒട്ടനവധി ജീവികളുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ആ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ പരിസരങ്ങളിൽ കാണുമ്പോഴും അവക്ക് ദ്രോഹം വരുത്താതെ ജീവിക്കണമെന്ന് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഓർമ്മപ്പെടുത്തലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ട്, നബി ഒരു യാത്രയിലാണ്, അങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു പോയി. ആ സമയത്ത് സ്വഹാബത്തിന് എന്ത് ചെയ്തു, ഒരു ഹുമ്മറത്ത്, ഒരു ചെറിയൊരു കുരുവി, ആ പക്ഷിയും 2 കുട്ടികളുണ്ട്. ആ കുട്ടികളെ എന്ത് ചെയ്തു വെച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ സ്വാഭാവികമായി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്, എടുത്തപ്പോൾ എന്താ അറിയോ, ആ പക്ഷി ചിറകടിച്ച് വളരെ ആ കുട്ടികളെ നഷ്ടപ്പെട്ട ഒരു മാതാവിൻ്റെ വേദന പ്രകടിപ്പിച്ചു. അത് കണ്ടപ്പോൾ ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞ വാക്ക് ഒരു വിശ്വാസിൻ്റെ മനസ്സിലുണ്ട്. ഒരു ഉറുമ്പിനെ തൊടുമ്പോൾ പോലും അത് മനസ്സിലുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മുടെ പരിസരത്തുള്ള ഒരു ജീവികളും ആ വിശ്വാസിയെ കൊണ്ട്, ആ മനുഷ്യനെ കൊണ്ട് ബുദ്ധിമുട്ടൂല. മൻ ഫജഅഹാദിഹി ബിവലദിഹ, ഈ കുട്ടികളെ കൊണ്ടുപോയി ആരാണിതിനെ വേദനിപ്പിച്ചത്, ബുദ്ധിമുട്ടിച്ചത് എന്ന് ചോദിക്കുകയും അവയെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ഒരു സ്നേഹം ഈ പ്രകൃതിയിൽ മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന സർവ്വ ജീവജാലങ്ങളോടും പക്ഷികളോടും മൃഗങ്ങളോടും കാണിക്കുന്ന ആ അലിവിൽ ഒരു ഹദീസുണ്ട്, ആശയമുണ്ട്, പ്രവാചകൻ്റെ അധ്യാപനമുണ്ട് എന്നതാണ്. ഇനി അതിൽ പോട്ടെ, ഇന്നിപ്പം വേറൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ കുടുംബജീവിതം എന്നൊരു ദുരന്തമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കേൾക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ദുരന്ത കഥകളാണ്. ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, അതല്ലേ നമ്മളിന്ന് കുടുംബ ചിത്രങ്ങളിൽ കാണുന്നത്. സത്യത്തിൽ ഒരു കുടുംബത്തെക്കുറിച്ചും അതിൻ്റെ സുരക്ഷത്തെക്കുറിച്ചും പറയുന്ന ഏറ്റവും നല്ല ഈ ഒരു വചനം മതി എന്നുള്ളതാണ്. നമ്മളൊരു മാന്യനും ഒരു നല്ല ആളുമാകണമെങ്കിൽ എന്ത് വേണം, ഹൈറുക്കും ലി അഹ്ലി എന്നാണ്. തൻ്റെ കുടുംബത്തോട് ഏറ്റവും മാന്യമായി പെരുമാറുന്ന വ്യക്തിയാണ് നിങ്ങൾ ഏറ്റവും ഉത്തമം. സുഹൃത്തുക്കളെ, ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളോടുകൂടെ സ്വന്തം ഭാര്യയോട് പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന വലിയ തത്വം. ജീവിതത്തിൽ ഏത് സന്ദർഭങ്ങളിലും നമ്മുടെ പെരുമാറ്റ രംഗത്ത് തകരാറ് വരുന്നത് നമ്മുടെ കുടുംബജീവിതത്തിലാണ്. ഇതൊരു ഭർത്താവിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അയാളോടൊപ്പം ജീവിക്കുന്ന ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടാകും. ഏറ്റവും നല്ല സ്വഭാവം നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് അവൾക്കാണെന്നാണ്. കുടുംബജീവിതത്തെ നന്നാക്കി തീർക്കാൻ ഇതിലേറെ വലിയൊരു കാര്യമുണ്ട്. പ്രവാചക വചനങ്ങളെല്ലാം ഇതുപോലെയാണ് നമുക്ക് കാണാൻ വായിക്കാൻ ധാരാളക്കണക്കിന് വചനങ്ങൾ നമുക്ക് വായിക്കാനുള്ളൊരു പ്രേരണ നൽകാൻ മാത്രമേ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് സാധ്യമാവുകയുള്ളൂ. മാത്രമല്ല, അവശരോടും ദുർബലരോടും ഏറ്റവും അധികം സ്നേഹത്തോടുകൂടെ പെരുമാറുവാൻ വേണ്ടി പറഞ്ഞ വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നന്മയെയും തിന്മയെയും വിശദീകരിക്കുന്ന അധ്യായങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നീതിയോടുകൂടെ പെരുമാറാൻ വേണ്ടി പറയുന്ന വചനങ്ങളെ കാണാൻ കഴിയും. വിശാലമായ ആശയങ്ങളുടെ ലോകമാണ് ഹദീസ്. ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും എവിടെ നിന്നും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ വിവർത്തനങ്ങൾ ലഭ്യമാകുന്ന റിയാദുസ് സ്വാലിഹീൻ എന്ന് പറയുന്ന ഹദീസിൻ്റെ ഇമാം നവവി ക്രോഡീകരിച്ച ഒരു ഹദീസ് ഗ്രന്ഥമുണ്ട്. സ്വഭാവ കർമ്മ സംസ്കാര രംഗങ്ങളെ മുഴുവനും പ്രതിപാദിക്കുന്ന സമഗ്രമായ സംക്ഷിപ്തമായൊരു ഗ്രന്ഥം. ഒരു പക്ഷേ ഒരു റിയാദുസ് സ്വാലിഹീനെങ്കിലും വാങ്ങി അതിൻ്റെ ഒരു മലയാള പരിഭാഷയെങ്കിലും വായിച്ചിട്ടല്ലേ
ഈ ഹദീസുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ അവകാശമുള്ളൂ എന്ന് ചിന്തിച്ചാൽ തന്നെ ഒരു പക്ഷേ നമ്മുടെ ഹദീസിൻ്റെ പ്രാമാണികത സ്ഥാപിക്കുന്ന, അതിൻ്റെ അന്യൂനതയെ സ്ഥാപിക്കുന്ന ഈ ഡയലോഗ് ഒരു പക്ഷേ അത്തരമൊരു ആശയങ്ങളിലേക്ക്, ഹദീസിൻ്റെ ആശയങ്ങളിലേക്ക്, പ്രവാചക വചനങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരു പ്രചോദനവും അതിൻ്റെ ആധികാരികതയെ ബോധ്യപ്പെടുത്തുകയും അതിലുണ്ടാകുന്ന ശുഭഹത്തുകളെ, സംശയങ്ങളെ ദൂരീകരിക്കാനും ഈ ഡയലോഗിന് സാധിച്ചുവെങ്കിൽ തീർച്ചയായും ഹദീസ് വിജ്ഞാന രംഗത്തെ ഏറ്റവും വലിയൊരു ചുവടുവെപ്പാണ് ഇന്നത്തെ ഈ ഡയലോഗ് നിർവഹിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ അവസാന വാക്കുകൾ എന്ന നിലക്ക് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുവാനുള്ളത് തീർച്ചയായും ഒരു ഹദീസിൻ്റെ പഠനത്തിലേക്കും വായനയിലേക്കുമുള്ള ഒരു പുതിയ തീരുമാനം നമ്മളെല്ലാവരും കൈക്കൊള്ളേണ്ടതുണ്ട്. അള്ളാഹു ദീനിൻ്റെ അറിവുകൾ വർദ്ധിച്ചു കിട്ടുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രവാചകൻ്റെ ചര്യ മാനവ സമൂഹത്തിന് നൽകുന്ന അത്യുദാത്തമായ മൂല്യങ്ങളെ സംബന്ധിച്ചാണ് ബഹുമാന്യനായ ഹാരിസ് മൗലവി സംസാരിച്ചത്. മനുഷ്യ സമൂഹത്തിന് മാത്രമല്ല, മനുഷ്യൻ ജീവിക്കുന്ന അവൻ്റെ ചുറ്റുപാടുമുള്ള ഇതര ജീവജാലങ്ങളോടും താൻ ജീവിക്കുന്ന പരിസരത്തോടും പരിസ്ഥിതിയോടും പ്രകൃതിയോടുമൊക്കെ വിശ്വാസി പാലിക്കേണ്ടുന്ന അവൻ്റെ പെരുമാറ്റ മര്യാദകളെ സംബന്ധിച്ച്, മൂല്യങ്ങളെക്കുറിച്ച്, അവയെല്ലാം സംരക്ഷിക്കുകയും മനുഷ്യൻ സ്വന്തം ജീവനും സ്വത്തിനും വ്യക്തിത്വത്തിനും നൽകുന്നത് പോലെയുള്ള സുരക്ഷയും സംരക്ഷണവുമൊക്കെ ഇത്തരം കാര്യങ്ങൾക്കുമൊക്കെ നൽകണം എന്ന തലത്തിലുള്ളൊരു സംസാരമാണ് നമ്മൾ കേട്ടത്.